വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണേ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തെത്താനായല്ലേ. ഒരുപാട് തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാനില്ലേ. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. കൂട്ടുകാർക്ക് കടങ്കഥകൾ അറിയാമോ? ഒരുപാട് തരത്തിലുള്ള കടങ്കഥകൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ നിത്യജീവിതത്തിലുള്ള പല വസ്തുക്കളെ കുറിച്ചുള്ള ഒരുപാട് കടങ്കഥകളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന കടങ്കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കടങ്കഥയാണ് കേട്ടോ. എന്താ ഇന്നത്തെ കടങ്കഥയുടെ പ്രത്യേകത എന്നറിയാവോ? നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അടുക്കള ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കടങ്കഥകളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അല്ലെ എന്തൊക്കെ കടങ്കഥകളാണ് ഇന്ന് പഠിക്കാനുള്ളത് നോക്കിയാലോ. അപ്പൊ നോക്കാം. അങ്ങേലെ മുത്തി മുക്കിലിരിക്കും, ഇങ്ങേലെ മുത്തി മുക്കിലിരിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ കടങ്കഥ. എന്താ ആദ്യത്തെ കടങ്കഥ? അങ്ങേലെ മുത്തി മുക്കിലിരിക്കും, ഇങ്ങേലെ മുത്തി മുക്കിലിരിക്കും. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം എന്നറിയാവോ കൂട്ടുകാർക്ക്? യെസ്, എന്താണ്? ചൂല് അല്ലെ. ചൂലാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. എങ്കിൽ അടുത്ത കടങ്കഥ പഠിച്ചാലോ. നോക്കിക്കേ നിങ്ങള്. അടുക്കളക്കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. എന്താണ്? അടുക്കളക്കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. അപ്പൊ ഇതെന്താ പറയുന്നത് നോക്കിക്കേ. അടുപ്പാണല്ലേ. സാധാരണ 3 ഇഷ്ടികകൾ വെച്ചിട്ടല്ലേ, അതില്ലാത്ത നമ്മൾ വിറകൊക്കെ വെച്ചിട്ടല്ലേ അടുപ്പുണ്ടാക്കാറ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പൊ അടുക്കളക്കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? അടുപ്പ് എന്നാണ്. എങ്കിൽ അടുത്ത കടങ്കഥ പഠിച്ചോളെ. അച്ഛൻ തന്നൊരു ചോറ്റുരുള തിന്നിട്ടും തിന്നിട്ടും തീരുന്നില്ല. എന്താണ്? അച്ഛൻ തന്നിട്ടുള്ള ഒരു ചോറ്റുരുള തിന്നിട്ടും തിന്നിട്ടും തീരുന്നില്ല. എന്താ അത്? അമ്മിക്കുഴയാണല്ലേ. യെസ്. ഇനി അടുത്ത് നോക്കണേ. ഇത് അധികവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ കടങ്കഥ? അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല്. അമ്പാട്ടെ പട്ടിക്ക് മുമ്പോട്ട് വാല് അല്ലേ. എന്താ ഇതിന്റെ ഉത്തരം? ചിരവ അല്ലേ. എന്താണ്? ചിരവയാണ്. ഇനി അടുത്ത് നോക്കണേ. അമ്മ കിടക്കയിൽ മകൾ നൃത്തശാലയിൽ. എന്താണ്? അമ്മ കിടക്കയിൽ മകൾ നൃത്തശാലയിൽ അല്ലേ. എന്താ ഇതിന്റെ ഉത്തരം എന്റെ കൂട്ടുകാർക്ക് അറിയാമോ? യെസ്, അമ്മിക്കഴും അല്ലെ. അമ്മിക്കല്ലും കുഴവിയുമാണ് അല്ലെ. അമ്മിക്കല്ലും കുഴവിയുമാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. അമ്മ കിടക്കും മകളോടും. ഇതിന്റെയും ഉത്തരം എന്ത് തന്നെയാ? അമ്മിക്കല്ലും കുഴവിയും അല്ലേ. യെസ്. അപ്പൊ അടുക്കള ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നിരവധി കടങ്കഥകൾ നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഒരു കടങ്കഥയും കൂടി നോക്കിക്കേ. വായില്ല നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? വായില്ല, എന്നാൽ എന്തുണ്ട്? നാക്കുണ്ട്. നാക്കിന്റെ മുകളിലോ പല്ലുണ്ട്. ഇതാർക്കാ? യെസ്, ചിരവയ്ക്കാണല്ലേ. ചിരവയെ കുറിച്ചുള്ള ഒന്നും കൂടെ നമ്മൾ പഠിച്ചു അല്ലേ. എന്തായിരുന്നു? അമ്പാട്ടപ്പട്ടിക്ക് മുമ്പോട്ട് വാല്. ഇനി അടുത്ത് നോക്കിക്കേ. അരയ്ക്ക് കെട്ടുള്ളവൻ നിലമടിച്ചു. എന്താണ്? അരയ്ക്ക് കെട്ടുള്ളവൻ നിലമടിച്ചു. അതിന്റെ ഉത്തരം എന്താണ്? ചൂല് അല്ലെ. അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം അല്ലെ, വർക്ക് ബുക്കിലൊക്കെ എഴുതാനുള്ള ഒരു ചോദ്യമായിട്ടല്ലേ ടീച്ചർ വന്നിരിക്കുന്നത്. യെസ്. അപ്പൊ എല്ലാവർക്കും ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം അറിയാമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പഠിച്ചു വെക്കുക, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.